ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനങ്ങൾ നിലത്തിറക്കി പരിശോധന നടത്താൻ ആലോചന. സുരക്ഷാ പരിശോധനയ്ക്കായാണ് ബോയിംഗ് ഡ്രീം ലൈനർ 7878 സീരീസ് വിമാനങ്ങൾ നിലത്തിറക്കുന്നത്. ഇന്നലെയുണ്ടായ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ വ്യാപ്തി എത്രമാത്രം വലുതാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനങ്ങൾ നിലത്തിറക്കി പരിശോധന നടത്താൻ ആലോചന. സുരക്ഷാ പരിശോധനയ്ക്കായിട്ടാണ് ബോയിംഗ് ഡ്രീം ലൈനർ 7878 സീരീസ് വിമാനങ്ങൾ നിലത്തിറക്കുന്നത്. ഒരുപാട് ആളുകളെ വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര സർവീസുകൾ നടത്തുന്ന വിമാനങ്ങളാണ് ബോയിംഗ് ഡ്രീം ലൈനർ. അതാണ് ഇപ്പോൾ നിലത്തിറക്കി പരിശോധന നടത്തുന്നത്. ലിജോ വർഗീസാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലിജോ, ഏറെ നിർണായകമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ നിലത്തിറക്കി പരിശോധിക്കുന്നു എന്നുള്ളത്. ഈ ഒരു വിമാന അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന്റെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ ഒരു നടപടി? എങ്ങനെയാണ് പരിശോധനാ നടപടികൾ പുരോഗമിക്കുക? സ്വാതി, 2011 ബോയിങ് സീരീസിലുള്ള വിമാനങ്ങൾ പറന്നു തുടങ്ങി. അതിനുശേഷം 2013 എയർ ഇന്ത്യ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ വാങ്ങുന്നത്. എയർ ഇന്ത്യയുടെ ബോയിങ് ഡ്രീം ലൈനർ, അതായത് 7878 സീരീസ് എന്നുള്ളതാണ് ഈ വിമാനം. വിമാനങ്ങളാണ്, അതായത് എയർ ഇന്ത്യയുടെ കൈവശമുള്ള വിമാനങ്ങൾ താഴെ ഇറക്കി പരിശോധിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. അതിന്റെ കാരണം ഈ ബോയിങ് വിമാനവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ള വിമാനം 2024 ഡിസംബറിൽ ഇത്തരത്തിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് അത് പരിഹരിക്കുകയും ചെയ്തതാണ്. അതായത് 2011 തൊട്ട് ഇങ്ങോട്ട് 14 വർഷമായി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, അതായത് വലിയ തോതിൽ ആളുകൾ മരിക്കുന്നതോ കൊല്ലപ്പെടുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായില്ല എന്നുള്ള ആശ്വാസം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ബോയിങ് വിമാനങ്ങൾക്കുള്ളത്. അതിനപ്പുറത്തേക്ക് പലപ്പോഴായി സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ വാങ്ങിയിരിക്കുന്ന ബോയിങ് വിമാനങ്ങൾ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 7878 സീരീസിലുള്ള വിമാനങ്ങൾ താഴെ ഇറക്കി നിലത്തിറക്കി പരിശോധിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം മുതിരുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബോയിങ് വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് യാത്രയിൽ, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രയിൽ ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ്. അത് സുരക്ഷയുടെ കാര്യത്തിൽ വലിയ തരത്തിൽ പേര് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ബോയിങ് കമ്പനി തന്നെ ആ തരത്തിൽ വലിയ പ്രചാരണം നൽകുന്ന ഒരു കാര്യമാണ്. അതിന്റെ സുരക്ഷയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഡ്രീം ലൈനർ എന്ന വിമാന സീരീസിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രശ്നം, അത് വലിയ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. ഏതാണ്ട് പൂർണ്ണമായി അത് കത്തി അമരുന്ന തരത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു യന്ത്ര തകരാറ് കൊണ്ട് ഇന്ത്യയിലെയും അതോടൊപ്പം തന്നെ വിദേശത്തുള്ള ആളുകളുടെയും ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിൽ അത് വലിയ തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എയർ ഇന്ത്യക്ക് മേൽ അത്തരത്തിലൊരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു. ലിജോ, ഈ ബോയിങ് വിമാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ ഒരു അഭിമാനമാണ്. കാരണം അത്രമാത്രം ഇന്ധനം വഹിക്കാൻ സാധിക്കുന്ന, അത്രമാത്രം ദീർഘദൂരം യാത്ര നടത്താൻ കഴിയുന്ന എയർക്രാഫ്റ്റ് ആണ് ബോയിങ് വിമാനം. അത്തരമൊരു വിമാനമാണ് അപകടത്തിൽപ്പെടുകയും ഇത്രയധികം ആളുകളുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. അപ്പോൾ കമ്പനി അധികൃതർ തന്നെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വിമാനം താഴെ ഇറക്കി പരിശോധിക്കുന്നതിൽ അവരുടെ ഒരു ഇടപെടൽ ഏതു രീതിയിലാണ്? അതിൻ്റെ വിശദാംശങ്ങൾ കൂടി. സ്വാഭാവികമായും ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ബോയിങ് എന്ന കമ്പനിക്ക്, US ബേസ്ഡ് കമ്പനിയാണ്, സ്വാഭാവികമായും അവർക്ക് ആ കമ്പനിക്ക് തന്നെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം ഇത്രത്തോളം ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിച്ചത്, അതായത് ബോയിങ് വിമാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ, അല്ലെങ്കിൽ ഈ സീരീസിലുള്ള വിമാനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അപകടമാണ് ഇത്. 2011 തൊട്ട് ഇങ്ങോട്ട് പല ഘട്ടങ്ങളിൽ ഈ വിമാനങ്ങൾക്ക് യന്ത്ര തകരാറുകൾ ഉണ്ടാവുകയും അത് അടിയന്തര ഘട്ടത്തിൽ നിലത്തിറക്കുകയും ചെയ്യേണ്ട സാഹചര്യം പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും ഈ വിമാനത്തിന്റെ സുരക്ഷ, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദീർഘദൂര യാത്രകൾക്ക് ഉപയോഗിക്കാവുന്ന അത്രത്തോളം സേഫ് ആയിട്ടുള്ള ഒരു വിമാനം എന്ന പേരിൽ തന്നെയാണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ വലിയ അപകടങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു സ്ക്രൂട്ടിനിക്ക് യഥാർത്ഥത്തിൽ ഈ ബോയിങ് വിമാനം വിധേയമാകാതിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം വളരെ വലുതാണ്. ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു സ്ക്രൂട്ടിനിക്ക് വിധേയമാകാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
കാരണം വലിയ അപകടമുണ്ടായിരിക്കുന്നു. 242 പേരിൽ 241 പേർ വിമാനത്തിൽ യാത്ര ചെയ്തവർ മരിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക്. അതുകൊണ്ട് തന്നെ ഇന്ത്യ, അതോടൊപ്പം തന്നെ ബ്രിട്ടനിലെ ഏതാണ്ട് 54ഓളം പൗരന്മാർ ആ വിമാനത്തിലുണ്ടായിരുന്നു. മറ്റ് രാജ്യം ഡച്ചിൽ നിന്ന് 7 പേരുണ്ടായിരുന്നു, കാനഡയിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു. അത്തരത്തിൽ അത്രത്തോളം ആളുകൾ, ഏതാണ്ട് 63ഓളം ആളുകൾ വിദേശത്തു നിന്നുള്ള പൗരന്മാർ കൂടി ഉണ്ടായിരുന്ന ഒരു അപകടമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വലിയ സമ്മർദ്ദം ബോയിങ് കമ്പനിക്ക് നേരെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിലത്തിറക്കി പരിശോധനയ്ക്ക് അവർ തയ്യാറാകേണ്ടി വരുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതൊരു ഔദ്യോഗിക തീരുമാനം എന്നതിനപ്പുറത്തേക്ക് അത്തരത്തിലൊരു അങ്ങനെ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. സ്വാതി. ശരി ലിജോ, എന്തായാലും ബോയിങ് സീരീസിലുള്ള വിമാനങ്ങളെല്ലാം നിലത്തിറക്കി പരിശോധിക്കാനുള്ള ഒരു നടപടികളിലേക്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്രമാത്രം വലിയ അപകടം സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പരിശോധനയ്ക്ക് ബോയിങ് ഡ്രീംലൈനർ 7878 സീരീസ് വിമാനങ്ങൾ നിലത്തിറക്കുന്നത്. ആ വിവരങ്ങളാണ് ലിജോ വർഗീസ് നൽകിയത്.